ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ലെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് റേ ഡയഗ്രാം, പിന്നെ അതുപോലെ തന്നെ ലെൻസ് ഇക്വേഷനിലാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ റേ ഡയഗ്രാം അതിൽ കോൺവെക്സ് ലെൻസിൻ്റെതും പഠിക്കാനുണ്ട്, കോൺകേവ് ലെൻസിൻ്റെതും പഠിക്കാനുണ്ട്. കോൺവെക്സ് ലെൻസിൻ്റെതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ റേ ഡയഗ്രാം പഠിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നായിട്ട് റേ ഡയഗ്രാം എങ്ങനെയാണ് വരക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഓരോ പൊസിഷനിൽ നമ്മൾ ഒബ്ജക്റ്റ് അതായത് വസ്തു വെക്കുന്ന സമയത്ത് അതിന്റെ പ്രതിബിംബം ഇമേജ് എവിടെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ആ ഒരു പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ, ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. An image is obtained at a distance of 40 cm from a convex lens when the image is placed at the same distance on the opposite side. ഒരു കോൺവെക്സ് ലെൻസിൽ 40 സെന്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ പ്രതിബിംബം മറുഭാഗത്ത് അതേ അകലത്തിൽ ലഭിച്ചു. അതാണ് സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് എനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഒബ്റ്റെയിൻഡ്. കിട്ടിയ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എഴുതുക. അതുപോലെ തന്നെ ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് നമുക്ക് ആദ്യം ജസ്റ്റ് ഇതൊന്ന് വരച്ചു നോക്കാം. കോൺവെക്സ് ലെൻസ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കുന്നു. ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ വരയ്ക്കുക, എന്നാൽ നമുക്ക് അതിന്റെ കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഒപ്റ്റിക് ആക്സിസ് വരയ്ക്കുന്നു. ഒപ്റ്റിക് സെന്ററിലേക്ക് കൂടി ഒപ്റ്റിക് ആക്സിസ് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഫോക്കസ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 2F മാർക്ക് ചെയ്യുന്നു, എഫ് മാർക്ക് ചെയ്യുന്നു, വീണ്ടും 2F മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു റേ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. 2F മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൽ പറഞ്ഞിട്ടുണ്ട് an image is obtained at a distance of 40 cm from a convex lens. കോൺവെക്സ് ലെൻസിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെയാണ് വസ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇമേജ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ എഫും 2F ഒന്നും ഇപ്പൊ നമുക്ക് എത്രയാന്ന് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, 40 സെന്റിമീറ്റർ അകലെയായിട്ട് വരയ്ക്കുന്നു. കോൺവെക്സ് ലെൻസ്, ഒപ്റ്റിക് സെന്റർ 40 സെന്റിമീറ്റർ അകലെയാണ് നമുക്ക് എന്ത് കിട്ടുക, ഇമേജ് കിട്ടിയത് എന്ന് പറയുന്നു. ഓക്കെ, ഇമേജ് നമ്മൾ 40 സെന്റിമീറ്റർ അകലെ നമ്മൾ വെച്ചു. ഓക്കെ, ഇനി when the object is placed, ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. when the object is placed at the same distance on the opposite side കേട്ടോ. ഒബ്ജക്റ്റ് ആണ് സെയിം ഡിസ്റ്റൻസിൽ ഓപ്പോസിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തിട്ട്. അപ്പൊ സെയിം ഡിസ്റ്റൻസിലാണ് നമുക്ക് എന്തും പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഒബ്ജക്റ്റും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ച് നോക്കുക. നമുക്കറിയാം എപ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ച അതേ അളവിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത്, എവിടെ വെക്കുമ്പോഴാണ്, 2F വെക്കുമ്പോഴാണ് നമുക്കറിയാം അല്ലെ. ഒബ്ജക്റ്റ് 2F, വസ്തു 2F വെക്കുന്ന സമയത്ത് ഇമേജും പ്രതിബിംബവും നമുക്ക് എവിടെ തന്നെയായിരിക്കും കിട്ടുക, 2F തന്നെയായിരിക്കും കിട്ടുക. അപ്പൊ ഈ വസ്തു ഇപ്പൊ എവിടെയുള്ളത്, 2F ഉള്ളത്. 2F എന്ന് പറയുന്നത് എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്, 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ. ഇമേജും എവിടെ തന്നെയാണുള്ളത്, 2F തന്നെയാണുള്ളത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഒബ്റ്റെയിൻഡ്. നോക്കുക, 2F നമ്മൾ വസ്തു വെക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിബിംബം എവിടെയായിരിക്കും, 2F തന്നെയായിരിക്കും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും, അത് ഒരു റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ്. അടുത്ത എന്താ, റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും, യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും, തല തിരിഞ്ഞതായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, തല കുത്തനെയുള്ളതായിരിക്കും. റിയൽ ഇമേജ് ആയിരിക്കും, അത് എപ്പോഴും എന്തായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താ, അതിന്റെ സൈസ് ആണ്. സൈസ് എന്താണ്, 2F കിട്ടുന്ന സമയത്ത് സെയിം സൈസ്, ഒബ്ജക്റ്റിന്റെ സൈസ് എത്രയാണോ, വസ്തുവിന്റെ വലുപ്പം എത്രയാണോ അതേ സൈസ് ആയിരിക്കും നമുക്ക് 2F കിട്ടിയ ഒബ്ജക്റ്റിലും ഉള്ളത്. അപ്പൊ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, സൈസ് സെയിം ആയിരിക്കും. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കുക. ലെൻസിന്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക. 2F ആണ് 40 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ F എത്രയായിരിക്കും, 40ന്റെ നേരെ പകുതി. അതായത് F ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2F പകുതി.
20 സെന്റിമീറ്റർ ആയിരിക്കും ഫോക്കൽ ലെങ്ത്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റിസൾട്ടിംഗ് ഇമേജ്. നമുക്ക് തന്നിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കുക, അതിന് കിട്ടുന്ന ഇമേജിന്റെ സവിശേഷതകൾ എഴുതുക. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നോക്ക്, ഒബ്ജക്ട് എവിടെയാ വെച്ചിട്ടുള്ളത്? ഒബ്ജക്ട് വെച്ചിട്ടുള്ളത് 2F-ന്റെയും F-ന്റെയും ഇടയിലാണ്. നമുക്ക് ഓൾറെഡി അറിയാം 2F-ന്റെയും F-ന്റെയും ഇടയിലാണ് നമ്മൾ വസ്തു വെക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിബിംബം എവിടെയായിരിക്കും? F-ന്റെ അപ്പുറത്തായിരിക്കും. ലെൻസിന്റെ മറ്റേ സൈഡിൽ F-ന്റെ അപ്പുറത്തായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ? അപ്പൊ നമുക്ക് ഈ റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ റേ ഇവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പ്രകാശിക അക്ഷം ഓപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഒന്നാമത്തെ റേ. പാരലൽ ആയിട്ട് വരുന്ന റേ എപ്പോഴും എങ്ങനെ കടന്നു പോകും? ഫോക്കസിലേക്ക് കൂടി കടന്നു പോകും. രണ്ടാമത്തെ ഒരു റേ കൂടി നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ റേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒപ്റ്റിക് സെന്ററിലേക്ക് കൂടി കടന്നു പോകും. ഒപ്റ്റിക് സെന്ററിലേക്ക് കൂടി കടന്നു പോകുന്ന റേ എപ്പോഴും എന്തായിരിക്കും? ഡീവിയേഷൻ ഇല്ലാണ്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ദാ നമ്മളിപ്പോ ഈ റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക? ഇവിടെ ആയിരിക്കും. നമ്മൾ ഈ കൂട്ടിമുട്ടുന്നിടത്തായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. റിയൽ ഇമേജ് ആണോ? അതെ, റിയൽ ഇമേജ് ആണ്. യഥാർത്ഥ പ്രതിബിംബമാണ്. റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, തലകുത്തനി ഉള്ളതായിരിക്കും. അപ്പൊ റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ആണ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, സൈസ് എന്താണ്? വസ്തുവിന്റെ അതേ സൈസ് ആണോ നമുക്ക് ഇവിടെ കിട്ടുക? അല്ല, വസ്തുവിന്റെ വലിപ്പം എത്രയാണോ അതിന് കഴിഞ്ഞും കൂടുതൽ വലിപ്പമുള്ള പ്രതിബിംബമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം സൈസ് എന്താണ്? വലുതാണ്. ഇമേജിന്റെ സൈസ് വലുതാണ്, മാഗ്നിഫൈഡ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ പാത്ത് ഓഫ് ദ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ കോൺവെക്സ് ലെൻസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഇമേജ്. ഒരു കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശകിരണത്തിന്റെ പാത നിരീക്ഷിച്ച് ശരിയായ ചിത്രം തിരഞ്ഞെടുക്കുക. ഇതാണ് ചിത്രം. നോക്കുക, ഇതിനകത്ത് ഏതാ കറക്റ്റ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ഫിഗർ നോക്കുക. ഒന്നാമത്തെ ഫിഗറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റേ വരുന്നുണ്ട്. ഡീവിയേഷന് ശേഷം എങ്ങനെ ചെയ്യുന്നുണ്ട്? പാരലൽ ആയിട്ട് പോകുന്നുണ്ട്. ഇത് കറക്റ്റ് ആണോ? രണ്ടാമത്തെ നോക്ക്. രണ്ടാമത്തെ റേയിൽ എങ്ങനെയാന്ന്, രണ്ടാമത്തെ ഫിഗറിൽ എങ്ങനെയാന്ന് പറഞ്ഞാല് ഫോക്കസിലേക്ക് കൂടി ഒരു റേ വരുന്നുണ്ട്. ആ റേ എങ്ങനെ പോകുന്നുണ്ട്? ഒപ്റ്റിക് ആക്സിസിന്, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് പാരലൽ ആയിട്ട് പോകുന്നുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കുക. പ്രകാശിക അക്ഷത്തിന്, ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായിട്ട് പാരലൽ ആയിട്ടാണ് റേ വരുന്നത്. പക്ഷെ അത് കടന്നു പോകുന്നത് ഏതിലാണ്? ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് 2F-ലേക്ക് കൂടി, അപവർത്തനത്തിന് ശേഷം 2F-ലേക്ക് കൂടിയാണ് കടന്നു പോകുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കുക. പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ടാണ് ഒരു പ്രകാശരശ്മി വരുന്നത്. പക്ഷെ അതിന് എന്താ സംഭവിക്കുക? അത് ഇവിടെ നേരെ ഡീവിയേറ്റ് ചെയ്തിട്ട് വിഭ്രജിച്ചു പോകുന്നു, ഡൈവേർജ് ചെയ്തു പോകുന്നു. കറക്റ്റ് ആണോ? ഒന്നാമത്തെ ഫിഗർ തൊട്ട് നോക്കാം. ഒന്നാമത്തെ ഫിഗർ നോക്കാം. ഇത് നോക്ക്, ഈ ഒരു ഫോക്കസിനെ ലക്ഷ്യമാക്കി വരുന്നത് പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് പോകുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് ലെൻസിന്റെ കേസിലാ? കോൺകേവ് ലെൻസിന്റെ കേസിലാ. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഇത് എന്താണ്? തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഫിലൂടെ കടന്നു വരുന്ന ഒരു പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം എങ്ങനെ പോകും? പ്രകാശിക അക്ഷത്തിന്, അതായത് ഒപ്റ്റിക് ആക്സിസിന് സമാന്തരമായിട്ട് പോകും. അപ്പൊ ഇത് കറക്റ്റ് ആണ്. മൂന്നാമത്തെ നോക്കുക. പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന ഒരു പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം, റിഫ്രാക്ഷന് ശേഷം 2F-ലേക്ക് കൂടി കടന്നു പോകുന്നു എന്നാണ് ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്നത്. പക്ഷെ അത് കറക്റ്റ് ആണോ? അല്ല. ഏതിലൂടെ ആയിരിക്കും കടന്നു പോവുക? F-ലേക്ക് കൂടി ആയിരിക്കും കടന്നു പോവുക. അപ്പം ഇതും എന്താണ്? തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഫിഗർ നോക്കുക. പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു വരുന്ന ഒരു പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്തു പോകുന്നു. ഡൈവേർജ് ചെയ്തു പോകുവോ? കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഡൈവേർജ് ചെയ്തു പോകുവോ? ഇല്ല. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ കൺവേർജ് ചെയ്തു പോവുകയാ ചെയ്യുക. ഇത് കോൺകേവ് ലെൻസിന്റെ കേസിലാണ് എന്ത് ചെയ്യുക? ഡൈവേർജ് ചെയ്യുക. അപ്പൊ ഇതെന്താണ്? ഇതും തെറ്റാണ്. അപ്പൊ ശരി ഉത്തരം എന്ന് പറയുന്നത് ഫിഗർ ബി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. At what distance from a convex lens should an object be placed to get an image of the same size as that of the object on screen? ഒരു വസ്തുവിന്റെ സമാനമായ വലിപ്പമുള്ള ഒരു പ്രതിബിംബം ഒരു സ്ക്രീനിൽ ലഭിക്കണമെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും എത്ര അകലത്തിലാണ് വസ്തു സ്ഥാപിക്കേണ്ടത്? ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അല്ലെ? നമുക്ക് സെയിം പൊസിഷനിലാണ് കിട്ടേണ്ടതെങ്കിൽ, ഇപ്പൊ നമ്മള് 2F-ലാണ് നമ്മള്
ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇമേജും കിട്ടുക എവിടെ തന്നെയായിരിക്കും? 2Fലായിരിക്കും. വേറെ ഏതെങ്കിലും കേസിൽ അങ്ങനെ കിട്ടുന്നുണ്ടാ? ഇല്ല. അപ്പൊ നമ്മൾ വസ്തു വെച്ചത് എത്ര അകലത്തിലാണോ അതേ അകലത്തിൽ തന്നെ ലെൻസിന്റെ മറുവശത്ത് പ്രതിബിംബം ലഭിക്കണമെങ്കിൽ നമ്മൾ എവിടെ വെക്കണം? 2Fലായിരിക്കും വെക്കേണ്ടത്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ദ ഡയഗ്രം ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെൻസ് PQ. ചിത്രം നിരീക്ഷിച്ച് ലെൻസ് PQ ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കാം, ഒരു ലെൻസ് PQ എന്ന് പറയുന്ന ലെൻസ് അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ത് വരച്ചിട്ടുണ്ട്? പ്രകാശിക അക്ഷം വരച്ചിട്ടുണ്ട്, ഒപ്റ്റിക് ആക്സിസ് വരച്ചിട്ടുണ്ട്. അതിന് പാരലായിട്ട് സമാന്തരമായിട്ട് ഒരു പ്രകാശരശ്മി കടന്നു വരുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ ഒരു ലെൻസ് ആ കടന്നു വരുന്ന പ്രകാശരശ്മിയെ സംയോജിപ്പിക്കുന്നുണ്ട്, കൺവേർജ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഏത് ലെൻസ് ആയിരിക്കും കൺവേർജ് ചെയ്യുന്നത്? ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺകേവ് ആണെങ്കിൽ എന്ത് ചെയ്തേനെ? ഡൈവേർജ് ചെയ്തേനെ. അപ്പൊ ഇതിപ്പം കൺവേർജ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ PQ എന്ന് പറയുന്ന ലെൻസ് എന്തായിരിക്കും? PQ എന്ന് പറയുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഓക്കെ, കോൺവെക്സ് ലെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഈസ് ഇറക്റ്റ് ആൻഡ് ലാർജ്. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജെക്ട്. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസിലുണ്ടായ പ്രതിബിംബം നിവർന്നതും വലുതുമാണ്. അങ്ങനെയെങ്കിൽ വസ്തുവിന്റെ സ്ഥാനം കണ്ടെത്തുക. അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എപ്പോഴും എന്താ റിയൽ ഇമേജ് ആണെങ്കിൽ, യഥാർത്ഥ ഇമേജ് ആണെങ്കിൽ അതിന്റെ പ്രതിബിംബം എന്താ? അതിന്റെ ആ ഒരു ഇതെന്തായിരിക്കും? നിവർന്നതായിരിക്കുമോ അതോ തല കീഴായതായിരിക്കുമോ? യഥാർത്ഥ പ്രതിബിംബം ആണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? തല കീഴായതായിരിക്കും. ഇനിയിപ്പോ മിഥ്യാ പ്രതിബിംബം ആണെങ്കിലോ, വെർച്വൽ ആണെങ്കിലോ? വെർച്വൽ ആണെങ്കിലായിരിക്കും അത് എപ്പോഴും എന്ത്? നിവർന്നതായിരിക്കുക. യഥാർത്ഥമാണെങ്കിൽ തലകീഴായതായിരിക്കും. റിയൽ ആണെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ ആണെങ്കിൽ അത് എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, മിഥ്യ ആണെങ്കിൽ നിവർന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഈസ് ഇറക്റ്റ്. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇമേജ് എന്താണ്? നിവർന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിവർന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അതെന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കുമോ വെർച്വൽ ഇമേജ് ആയിരിക്കുമോ? വെർച്വൽ ഇമേജ് ആയിരിക്കും. നിവർന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അതെന്തായിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും. എപ്പോഴാണ് കോൺവെക്സ് ലെൻസിൽ വെർച്വൽ ഇമേജ് ഫോം ചെയ്യുക? ഒരേ ഒരു കേസിൽ മാത്രമേ കോൺവെക്സ് ലെൻസിൽ നമുക്ക് വെർച്വൽ ഇമേജ് കിട്ടുന്നുള്ളൂ. അത് എപ്പോഴാണ്? എവിടെ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ് നമുക്ക് കോൺവെക്സ് ലെൻസിൽ വെർച്വൽ ഇമേജ്, മിഥ്യാ പ്രതിബിംബം കിട്ടുക? മിഥ്യാ പ്രതിബിംബം കിട്ടുക നമ്മള് കോൺവെക്സ് ലെൻസിലെ വസ്തു Fന്റെയും Oന്റെയും ഇടയിൽ വെക്കുമ്പോഴാണ്. അതായത് ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ്. പ്രകാശിക അക്ഷം വരക്കുക. ഓക്കെ, F മാർക്ക് ചെയ്യുന്നു, 2F മാർക്ക് ചെയ്യുന്നു. ഞാൻ റഫ് ആയിട്ടാണ് വരക്കുന്നത്. നിങ്ങൾ വരക്കുമ്പം കറക്റ്റ് ആയിട്ട് വരക്കുക കേട്ടോ. F മാർക്ക് ചെയ്യുന്നു, 2F മാർക്ക് ചെയ്യുന്നു. നോക്കുക, നമ്മൾ വസ്തു ഇവിടെയാണ് വെക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെയാണ് വെക്കുന്നതെന്ന് പറയുമ്പോൾ ഈ Fന്റെയും പ്രകാശിക കേന്ദ്രത്തിന്റെയും ഇടയിലാണ് നമ്മൾ വസ്തു വെക്കുന്നതെങ്കിൽ എവിടെയായിരിക്കും നമുക്ക് ഒബ്ജക്റ്റ് കിട്ടുക? നമുക്കൊരു എവിടെയായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക? ഒരു റിയൽ ഇമേജ് കിട്ടുക? ഇല്ല. ഒന്നാമത്തെ റേ ഇങ്ങനെ വരും. ഒന്നാമത്തെ റേ സമാന്തരമായിട്ട് വരും. അപ്പൊ അതെങ്ങനെ കടന്നു പോകും? ഫോക്കസിലേ കൂടി കടന്നു പോകും. ഓക്കെ, രണ്ടാമത്തെ റേയോ? രണ്ടാമത്തെ റേ പ്രകാശിക കേന്ദ്രത്തിലേ വരക്കുന്നു. അപ്പൊ അത് വ്യതിയാനം ഇല്ലാണ്ട് കടന്നു പോകും. ഇത് എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ നോക്കുക, ഇതിനെ അങ്ങ് നീട്ടി വരക്കുവാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നും ഇതിങ്ങനെ വരുന്നതായിട്ട് തോന്നിക്കും. അതായത് ഇവിടെയായിരിക്കും അതിന്റെ എന്ത് ഫോം ചെയ്യുക? ഇമേജ് ഫോം ചെയ്യുക. അത് റിയൽ ഇമേജ് ആണോ? അല്ല. ഈ ഒരു കേസിൽ മാത്രം കോൺവെക്സ് ലെൻസിൽ എന്താ കിട്ടുക? വെർച്വൽ ഇമേജ് ആണ് കിട്ടുക. അതായത് വസ്തു Fന്റെയും Oന്റെയും ഇടയിൽ വെക്കുമ്പോൾ നമുക്ക് വെർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുക. വെർച്വൽ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നിവർന്നതാണ്, വലുതാണ്. അപ്പൊ നോക്കുക, ക്വസ്റ്റ്യൻ എന്താണ്? Image formed by a convex lens is erect and large. Find the position of the object. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ് ചോദ്യം. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ്? Between F and O. Between F and O. അതാണ് ആൻസർ വരിക. ഓക്കെ,
ആകെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതും കോൺവെക്സ് ലെൻസിന്റെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ എന്തിന്റെയും പഠിക്കണം, കോൺകേവ് ലെൻസിന്റെയും പഠിക്കണം. റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഫോക്കസിലേക്കുള്ള അളവ് എത്രയാണോ അത് തന്നെയായിരിക്കണം 2F-ഉം. അങ്ങനെ വരച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് ചെയ്യാൻ വേണ്ടി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ പൊസിഷനിൽ നമ്മൾ വസ്തുക്കൾ വെക്കുന്ന സമയത്തും അതിന്റെ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുക എന്നുള്ളത് പഠിച്ചു വെക്കുക. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും കൂടിയുള്ളത് പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻ ഇല്ലാണ്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.